ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു കൊമേഴ്സ് ട്യൂട്ടോറിയൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ്റെ നെക്സ്റ്റ് പാർട്ടാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ എന്താണ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ എന്നും അതിൻ്റെ നീഡ്സ്, ക്യാരക്ടറിസ്റ്റിക്സ്, ഇമ്പോർട്ടൻസ്, ദെൻ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, പ്രോസസ്, ലെവൽസ്, പ്രിൻസിപ്പൾസ് എന്നീ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്ട് ആർ ദ ബേസിസ് ഓഫ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ ഓർ മെത്തേഡ്സ് ഓഫ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻസ്. മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ്റെ അടിസ്ഥാനത്തിൽ ഏതൊക്കെ കാറ്റഗറി ആയിട്ടാണ് നമ്മൾ മാർക്കറ്റ്സുകളെ ഡിവൈഡ് ചെയ്യുന്നത്, അതുപോലെ തന്നെ മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻസിന് ഏതൊക്കെ മെത്തേഡ്സുകളാണുള്ളത്. ഒരു 4 കാറ്റഗറി ആയിട്ടാണ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻസിൻ്റെ മെത്തേഡ്സിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത് ഡെമോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ, 2 ജിയോഗ്രഫിക്കൽ സെഗ്മെൻറ്റേഷൻ, 3 ബിഹേവിയറൽ സെഗ്മെൻറ്റേഷൻ, 4 സൈക്കോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ. ഈ 4 കാറ്റഗറിയുടെയും അടിസ്ഥാനത്തിലാണ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷനെ ഡിവൈഡ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് കാറ്റഗറിയാണ് ഡെമോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ. എന്താണ് ഡെമോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ, ഇറ്റ് ഈസ് ദ മോസ്റ്റ് കോമൺ മെത്തേഡ് ഓഫ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ വിച്ച് ക്ലാസിഫൈ കൺസ്യൂമേഴ്സ് അക്കോർഡിംഗ് ടു ദയർ ഡെമോഗ്രാഫിക് ക്യാരക്ടറിസ്റ്റിക്സ് സച്ച് ആസ് ഏജ്, സെക്സ്, ഇൻകം, occupation, education, household size ആൻഡ് ഫാമിലി ലൈഫ് സൈക്കിൾ. മാർക്കറ്റ് സെഗ്മെൻറ്റേഷന് ഏറ്റവും സാധാരണമായിട്ട് അല്ലെങ്കിൽ ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന ഒരു മെത്തേഡാണ് ഡെമോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇത്തരം മെത്തേഡ്സുകളിൽ കസ്റ്റമേഴ്സ് അവരുടെ ഡെമോഗ്രാഫിക് ക്യാരക്ടറിസ്റ്റിക്സുകളായിട്ടുള്ള ഏജ്, സെക്സ്, ഇൻകം, occupation, എഡ്യൂക്കേഷൻ, ഹൗസ് ഹോൾഡ് സൈസ്, ഫാമിലി ലൈഫ് സൈക്കിൾ എന്നിവ അനുസരിച്ചാണ് മാർക്കറ്റ്സുകളെ ഡിവൈഡ് ചെയ്യുന്നത്. അതിലെ ഫസ്റ്റ് ഫാക്ടറാണ് ഏജ്. മാർക്കറ്റേഴ്സ് ഡിസൈൻ, പാക്കേജ് ആൻഡ് പ്രൊമോട്ട് പ്രോഡക്ട്സ് ഡിഫറൻഷ്യലി to meet the wants of different age groups. On the basis of age, a market can be divided into 4 categories: children, teenagers, adults and grown up. ഏജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡെമോഗ്രാഫിക് ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ഏജ് എന്ന് പറയുന്നത്. ഈ ഏജ് ഗ്രൂപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാർക്കറ്റേഴ്സിന് വ്യത്യസ്ത ഏജ് ഗ്രൂപ്പിലുള്ളവരുടെ നീഡ്സുകൾ നിറവേറ്റുന്നതിനായിട്ട് പ്രോഡക്ട്സുകൾ ഡിഫറെൻ്റ് ആയിട്ട് അഥവാ വ്യത്യസ്തമായിട്ട് ഡിസൈൻ ചെയ്യുകയും പാക്കേജ് ചെയ്യുകയും പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഒരു ഏജ് ബേസ്ഡ് ആയിട്ട് മാർക്കറ്റ്സിനെ നമുക്ക് ഡിഫറെൻറ്റ് സെഗ്മെൻറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. 4 കാറ്റഗറി ആയിട്ടാണ് നമുക്ക് ഏജിൻ്റെ അണ്ടറിൽ മാർക്കറ്റിനെ ഡിവൈഡ് ചെയ്യാൻ സാധിക്കുക. 1 ചിൽഡ്രൻ, 2 ടീനേജേഴ്സ്, 3 അഡൾട്ട്സ് ആൻഡ് ഗ്രോൺ അപ്പ് എന്നീ 4 കാറ്റഗറിയിൽ നമുക്ക് എന്താണ് മാർക്കറ്റ്സുകളെ ഡിവൈഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ് ജെൻഡർ. ജെൻഡർ സെഗ്മെൻറ്റേഷൻ ഈസ് വൈഡ്ലി യൂസ്ഡ് ഇൻ കൺസ്യൂമർ മാർക്കറ്റിംഗ്. ജെൻഡർ ബേസ്ഡ് സെഗ്മെൻറ്റേഷൻ മീൻസ് ഗ്രൂപ്പിംഗ് കസ്റ്റമേഴ്സ് ഇൻ ടു മെയിൽ ആൻഡ് ഫീമെയിൽ. ദ ബെസ്റ്റ് എക്സാമ്പിൾ ഇൻക്ലൂഡിംഗ് ക്ലോത്തിങ്, ഹെയർ ഡ്രസ്സിംഗ്, കോസ്മെറ്റിക്സ് എക്സെട്ര. ഇവിടെ ജെൻഡർ ബേസ്ഡ് സെഗ്മെൻറ്റേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൺസ്യൂമർ മാർക്കറ്റിങ്ങിൽ ജെൻഡർ സെഗ്മെൻറ്റേഷൻസ് വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ ജെൻഡർ ബേസ്ഡ് സെഗ്മെൻറ്റേഷൻ എന്നാൽ കസ്റ്റമേഴ്സിനെ മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്രൂപ്പുകളായിട്ട് തരംതിരിക്കുക എന്നതാണ്. ദെൻ അതിന് ബെസ്റ്റ് എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഈ മെൻസിൻ്റെ ഡ്രസ്സുകൾ എന്താണ് ഡിഫറെൻ്റ് ആയിരിക്കും, അതുപോലെ തന്നെ ലേഡീസിൻ്റെ ഡ്രസ്സുകളും ഡിഫറെൻ്റ് ആയിരിക്കും. ഇവരുടെ ഡ്രസ്സുകൾ എന്താണ് സെപ്പറേറ്റ് സെഗ്മെൻറ്റുകളായിട്ടായിരിക്കും ഡിവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഹെയർ ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിലും കോസ്മെറ്റിക്സിൻ്റെ കാര്യത്തിലൊക്കെ അങ്ങനെ തന്നെയാണ് വരുന്നത്. നെക്സ്റ്റ് ഇൻകം. മെനി കമ്പനീസ് ടാർഗറ്റ് അഫ്ലുവൻറ്റ് കൺസ്യൂമേഴ്സ് വിത്ത് ലക്ഷറി ഗുഡ്സ് ആൻഡ് കൺവീനിയൻസ് സർവീസസ്. പല കമ്പനികളും ടാർഗറ്റ് ചെയ്യുന്നത് ലക്ഷറീസ് ആയിട്ടുള്ള കസ്റ്റമേഴ്സുകളെയും അതുപോലെ തന്നെ കൺവീനിയൻസ് ആയിട്ടുള്ള ഗുഡ്സ് ആൻഡ് സർവീസുകളുമുള്ള ലക്ഷറീസ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെയാണ് പല കമ്പനീസുകളും ടാർഗറ്റ് ചെയ്യുന്നത് എന്നാണ് ഇൻകം ബേസ്ഡ് സെഗ്മെൻറ്റേഷനിൽ പറയുന്നത്. നെക്സ്റ്റ് ഫാമിലി ലൈഫ് സൈക്കിൾ. വാണ്ട്സ്, ടേസ്റ്റ്, ഇൻട്രസ്റ്റ്, ബൈയിങ് ഹാബിറ്റ്സ് എക്സെട്ര vary over different life cycle stages. An unmarried person prefers to enjoy the life. He purchases food, cigarette, etc. He prefers the entertainment, but a married person will buy house, furniture, sarees, chudidars, etc. ഇവിടെ ഫാമിലി ലൈഫ് സൈക്കിൾ എന്നോട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ലൈഫ് സൈക്കിളിൻ്റെ സ്റ്റേജസുകളിൽ ഈ പറയുന്ന നീഡ്സുകൾ, അതുപോലെ തന്നെ വാണ്ട്സുകൾ, ടേസ്റ്റ്, ഇൻട്രസ്റ്റ്, ബൈയിങ് ഹാബിറ്റ്സുകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്താണ്
ഡിഫറെൻ്റ് ആയിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ലൈഫ് സൈക്കിൾ സ്റ്റേജസിൽ ഈ പറയുന്ന ഇൻട്രസ്റ്റ് ആണെങ്കിലും ബൈങ് ഹാബിറ്റ്സുകളാണെങ്കിലും ടേസ്റ്റ് ആണെങ്കിലും അവരുടെ ആവശ്യങ്ങളാണെങ്കിലും ഒക്കെ എന്താണ് ഡിഫറെൻറ്റ് കാറ്റഗറിയിലായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ബെറ്റർ ആയിട്ടുള്ള എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇപ്പോൾ അൺമാരീഡ് ആയിട്ടുള്ളൊരു പേഴ്സൺ അഥവാ മാരേജ് കഴിയാത്ത വ്യക്തികൾ കൂടുതലായിട്ടും അവർ യൂസ് ചെയ്യുന്നത് എന്താണ് സിഗരറ്റ്സ് അതുപോലെ തന്നെ ഫുഡ് അങ്ങനത്തെ കാര്യങ്ങൾക്കാണ് അവർ കൂടുതലായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പോൾ അതെന്താണ് ഒരു ഡിഫറെൻറ്റ് സെഗ്മെൻറ്റുകളായിട്ടേക്കാരും ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ ഒരു മാരേജ് കഴിഞ്ഞൊരു വ്യക്തികളാണെങ്കിൽ അല്ലെങ്കിൽ മാരീഡ് ആയിട്ടുള്ളൊരു കപ്പിൾസ് ആണെങ്കിൽ അവർ മെയിനായിട്ട് ചൂസ് ചെയ്യുക ഫർണിച്ചേഴ്സ്, ഹൗസ്, അതുപോലെ തന്നെ സാരീസ്, ചുരിദാർ എന്നീ ഐറ്റംസുകളായിരിക്കും അവർ ചൂസ് ചെയ്യുക. അപ്പോൾ ഫാമിലി ലൈഫ് സൈക്കിൾ തന്നെ നമുക്ക് ഈ പറയുന്ന രണ്ട് സെഗ്മെൻറ്റുകളായിട്ട് നമുക്ക് തരംതിരിക്കാൻ സാധിക്കുന്നുണ്ട്. ഒന്നെന്താണ് അൺമാരീഡും അതുപോലെ തന്നെ മാരീഡ് ആയിട്ടും. അത്തരം കേസുകൾ നമുക്ക് ഡെമോഗ്രാഫിക്കൽ ക്യാരക്ടറിസ്റ്റിക്സുകളായിട്ട് പറയാൻ ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഒക്യുപ്പേഷൻ. Market segmentation is done also on the basis of occupation of consumers. For instance, doctors may demand surgical equipments, lawyer may demand coat. ഒക്യുപ്പേഷൻ ബേസ്ഡ് സെഗ്മെൻറ്റേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ അഥവാ കൺസ്യൂമേഴ്സിൻ്റെ ഒക്യുപ്പേഷനെ അടിസ്ഥാനമാക്കിയത് അഥവാ അവരുടെ ജോബിനെ അടിസ്ഥാനമാക്കിയിട്ട് മാർക്കറ്റ് സെഗ്മെൻറ്റേഷനും ഡിവൈഡ് ചെയ്യുന്നുണ്ട്. കാരണം എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഡോക്ടേഴ്സിൻ്റെ സർജിക്കൽ എക്യുപ്മെൻറ്റ്സ് എന്താണ് ഒരു ഡിഫറെൻറ്റ് സെഗ്മെൻറ്റിലായിരിക്കും. അതുപോലെ തന്നെ ലോയറിൻ്റെ കോട്ട് അത്തരം കാര്യങ്ങളൊക്കെ എന്താണ് ഡിഫറെൻറ്റ് സെഗ്മെൻറ്റുകളായിരിക്കും. അതുകൊണ്ട് തന്നെ ഒക്യുപ്പേഷൻ ബേസ്ഡ് ആയിട്ട് നമുക്ക് എന്താണ് മാർക്കറ്റ്സുകളെ ഡിവൈഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അഥവാ ഇപ്പോൾ തൊഴിൽ ബേസ്ഡ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് ഫാമിലി സൈസ്. എ മാർക്കറ്റേഴ്സ് launches different size of the products in the market according to the size of the family. For example, the shampoos and all are available in 100 milliliter, 200 milliliter, 500 milliliter, etc. All allata oil ആണ് ഷാംപൂ ആൻഡ് ഓയിൽ ആർ അവൈലബിൾ ഇൻ 100 milliliter അങ്ങനെയാണ് കേട്ടോ. അതിവിടെ മിസ്റ്റേക്ക് വന്നു പോയതാണ് ടൈപ്പ് ചെയ്ത് കൊടുത്ത്. ദെൻ ഇപ്പോൾ ഇവിടെ ഫാമിലി സൈസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാമല്ലേ ഫാമിലീസിൽ തന്നെ എന്താണ് ഡിഫറെൻറ്റ് സൈസുള്ള ആളുകളുണ്ടായിരിക്കും. ഈവൻ എന്താ സൈസ് എന്നാണ് ഉദ്ദേശിക്കുന്നത് മെമ്പേഴ്സിൻ്റെ എണ്ണം. അഥവാ ഇപ്പോൾ എൻ്റെ ഫാമിലി ആണെങ്കിൽ എന്താണ് 4 മെമ്പേഴ്സാണ് എൻ്റെ വീട്ടിൽ. അപ്പോൾ ഞങ്ങൾ എന്താ സ്മോൾ ഫാമിലീസാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു ഷാമ്പു മേടിക്കുകയാണെങ്കിൽ ഞങ്ങൾ മാക്സിമം മേടിക്കുകയാണെങ്കിൽ 200 milliliter അല്ലെങ്കിൽ 100 milliliter ഷാമ്പൂസാണ് മേടിക്കുക. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അത്രേൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ ഒരു ഫാമിലി സൈസിനനുസരിച്ച് നമുക്ക് ഷാമ്പുകളുടെ ബോട്ടിൽസും ഡിവൈഡ് ചെയ്യുന്നുണ്ട്, സെഗ്മെൻറ്റുകളായിട്ട് തിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു സ്മോൾ ഫാമിലീസ് ആണെങ്കിൽ അവർക്ക് എന്താണ് സ്മോൾ ആയിട്ടുള്ള ഷാമ്പൂസ് അവൈലബിൾ ആണ് മാർക്കറ്റിങ്ങിൽ. അതുപോലെ തന്നെ എന്താണ് മീഡിയം ടൈപ്പ് ഓഫ് ഷാമ്പൂസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ എന്താണ് ലാർജ് ടൈപ്പ് ഓഫ് ഷാമ്പൂസും അവൈലബിൾ ആണ്. അപ്പോൾ അത്തരം കാറ്റഗറീസിൽ നമുക്ക് പ്രോഡക്ട്സിനെ സെഗ്മെൻറ്റുകളായിട്ട് തിരിക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓയിൽസിൻ്റെ കേസിലാണെങ്കിലും 100 milliliterലുള്ളതും 200 milliliterലുള്ളതും 500 milliliterലുള്ളതും ഒക്കെ എന്താണ് അവൈലബിൾ ആണ്. അതൊക്കെ എന്താണ് ഫാമിലി സൈസിനനുസരിച്ചാണ് കസ്റ്റമേഴ്സ് പർച്ചേസ് ചെയ്യുന്നത്. നെക്സ്റ്റ് എഡ്യൂക്കേഷൻ ഈസ് also is an important base to segment the market. On the basis of education, market for book may be divided as high school, +2, graduate and post graduate. ഇവിടെ എഡ്യൂക്കേഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത് മാർക്കറ്റിങ്ങിനെ സെഗ്മെൻറ്റ് ചെയ്യാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അടിത്തറയാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ എഡ്യൂക്കേഷൻ്റെ അടിസ്ഥാനത്തിൽ ബുക്സുകളുടെ മാർക്കറ്റിങ് അഥവാ ബുക്സുകളുടെ മാർക്കറ്റിങ് ഈ പറയുന്ന ഹൈസ്കൂള്, +2, അതുപോലെ തന്നെ ഗ്രാജുവേറ്റ്, പോസ്റ്റ് ഗ്രാജുവേറ്റ് എന്നിങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് എന്താണ് ഡിവൈഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ യൂണിവേഴ്സിറ്റി കോപ്പറേറ്റീവ് സ്റ്റോഴ്സിൽ നമുക്ക് പോയിട്ട് +2 ബുക്കും ഹൈസ്കൂൾ ബുക്കും ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക അല്ലേ. അവിടെ എന്താണ് ഗ്രാജുവേറ്റ് ആൻഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ബുക്സുകൾ മാത്രമേ അവൈലബിൾ ആവുള്ളൂ. അതുപോലെ തന്നെ ഇപ്പോൾ ഹൈസ്കൂൾ ബുക്സും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നിടത്ത് പോയിട്ട് നമുക്ക് യൂണിവേഴ്സിറ്റി ബുക്സ് ചോദിച്ചാൽ നമുക്ക് അവിടെയും കിട്ടൂല. അപ്പോൾ അവിടെ അത്തരം ബുക്സുകൾ എന്താണ് ഡിഫറെൻറ്റ് സെഗ്മെൻറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് മാർക്കറ്റ് സെഗ്മെൻറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് കാറ്റഗറിയാണ് ജിയോഗ്രഫിക്കൽ സെഗ്മെൻറ്റേഷൻ. It is the process of dividing the market into different geographical units, grouping the consumers on the basis of physical locations. ഇവിടെ ജിയോഗ്രഫിക്കൽ സെഗ്മെൻറ്റേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാർക്കറ്റിങ്ങിനെ വിവിധ തരത്തിലുള്ള ജിയോഗ്രഫിക്കൽ യൂണിറ്റുകളായിട്ട് സെഗ്മെൻറ്റ് ചെയ്യുക അഥവാ ഡിവൈഡ് ചെയ്യുകയോ കസ്റ്റമേഴ്സിനെ അവരുടെ ഫിസിക്കൽ ലൊക്കേഷൻ്റെ അടിസ്ഥാനത്തിൽ തരംതിരിക്കുകയോ ചെയ്യുന്ന പ്രോസസ്സാണ് ജിയോഗ്രഫിക്കൽ സെഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇത്തരം ജിയോഗ്രഫിക്കൽ സെഗ്മെൻറ്റേഷൻസിന് 3
ഫാക്ടേഴ്സുകളായിട്ടാണ് ഇവിടെ പറയുന്നത്. ഒന്ന് ഏരിയാസ്, രണ്ട് എന്താണ് ക്ലൈമറ്റ്, മൂന്ന് പോപ്പുലേഷൻ ഡെൻസിറ്റി. അതിൽ ഏരിയാസ് എന്ന് പറയുന്നത് ദിസ് ടൈപ്സ് ഓഫ് സെഗ്മെൻറ്റേഷൻ ഡിവൈഡ്സ് ദ മാർക്കറ്റ്സ് ഇൻ ടു ഡിഫറെൻറ്റ് ജിയോഗ്രഫിക്കൽ ഏരിയാസ് സച്ച് ആസ് എ country, states, regions, district areas, etc. Some manufacturers split up the sales territories either state wise or district wise. ഈ ഏരിയ ബേസ്ഡ് സെഗ്മെൻറ്റേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്തരത്തിലുള്ള സെഗ്മെൻറ്റേഷൻസുകൾ മാർക്കറ്റിങ്ങിനെ എന്താണ് കൺട്രി ബേസ്ഡ് ആയിട്ടും സ്റ്റേറ്റ് ബേസ്ഡ് ആയിട്ടും റീജിയൻ ബേസ്ഡ് ആയിട്ടും ഡിസ്ട്രിക്റ്റ് ഏരിയ ബേസ്ഡ് ഒക്കെ ആയിട്ടും എന്താണ് അവർ മാർക്കറ്റിങ്ങിനെ ഡിവൈഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോ ഫിസിക്കലായ ലൊക്കേഷൻസിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് അവർക്ക് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. അഥവാ ഏരിയ ബേസ്ഡ് അവർക്ക് ഡിവൈഡ് ചെയ്യാനും മാനുഫാക്ചേഴ്സ് സ്പ്ലിറ്റപ്പ് ചെയ്യാനും അതുപോലെ തന്നെ സെയിൽസ് നടത്താനൊക്കെ സാധിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഫാക്ടറാണ് ക്ലൈമറ്റ്. Different types of climate prevailing in the different places. On the basis of climate, areas can be classified as a hot, cold, then humid and rainy regions. Then climate determine the demand for certain goods. ഈ ജോഗ്രഫിക്കൽ സെഗ്മെൻറ്റേഷൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ക്ലൈമറ്റ് എന്ന് പറയുന്നത്. അഥവാ കാലാവസ്ഥൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്താണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്ലേസുകൾ നിലനിൽക്കുന്നുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിലൊക്കെ കാലാവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ എന്താണ് ഡിഫറെൻറ്റ് പ്ലേസുകൾ നിലനിൽക്കുന്നുണ്ട്. അത്തരം സാഹചര്യങ്ങളിൽ എന്താണ് മാർക്കറ്റ്സുകൾ ഈ ക്ലൈമറ്റിനനുസരിച്ച് മാർക്കറ്റ്സുകളും എന്താണ് സെഗ്മെൻറ്റുകളായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഹോട്ട് നല്ല ചൂടേറിയ സ്ഥലങ്ങളുണ്ടാകുമ്പോൾ അതേപടി തന്നെ നല്ല തണുപ്പേറിയ സ്ഥലങ്ങളും ഉണ്ടായിരിക്കില്ലേ. അപ്പോൾ റൈനി ക്ലൈമറ്റ്സുകൾ മഴയുള്ള കാലഘട്ടങ്ങളിൽ, അതുപോലെ തന്നെ ഈ കാലാവസ്ഥ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ക്ലൈമറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഓരോ ക്ലൈമറ്റിനനുസരിച്ചിട്ടും നമുക്ക് എന്താണ് പ്രോഡക്ട്സുകൾ ഡിഫറൻസ് ആയിരിക്കും. ഫോർ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു നല്ല തണുപ്പ് കാലത്ത് ഒരാൾ പോയിട്ട് ഐസ്ക്രീം കഴിക്കില്ല. കാരണം എന്താണ്, ഐസ്ക്രീം മാക്സിമം ഡിമാൻഡ് കൂടുന്നത് ഏത് ടൈമിലാണ്, ചൂടുള്ള ടൈമിലാണ്. അപ്പോൾ ആ ടൈമിലാണ് ഐസ്ക്രീം നമ്മൾ കൂടുതലായിട്ട് കഴിക്കുന്നത്. അപ്പോൾ നല്ല തണുപ്പ് കാലത്ത് പോയിട്ട് നമ്മൾ ഐസ്ക്രീം കഴിക്കൂല ആരും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ബെസ്റ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ക്ലൈമറ്റിനനുസരിച്ച് എന്താണ് പ്രോഡക്ട്സുകളുടെ ഡിമാൻഡ്സ് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പോപ്പുലേഷൻ ഡെൻസിറ്റി. The size and density of population affect the demand for consumer goods. In those areas where size and density of population is high, there will be good demand for consumer goods. ഇവിടെ പോപ്പുലേഷൻ ഡെൻസിറ്റി എന്നാണ് ഉദ്ദേശിക്കുന്നത് പോപ്പുലേഷൻ സൈസും അതുപോലെ തന്നെ ഡെൻസിറ്റിയും കസ്റ്റമേഴ്സിൻ്റെ പ്രോഡക്ട്സുകൾ അഥവാ കസ്റ്റമേഴ്സിൻ്റെ ഗുഡ്സുകളുടെ നീഡ്സിനെയാണ് മെയിനായിട്ട് എഫക്റ്റ് ചെയ്യുന്നത്. അഥവാ കസ്റ്റമേഴ്സിൻ്റെ ഗുഡ്സിൻ്റെ ആവശ്യത്തെയാണ് മെയിനായിട്ട് എഫക്റ്റ് ചെയ്യുന്നത്. ഇവിടെ പോപ്പുലേഷൻ സൈസും അതുപോലത്തെ ഡെൻസിറ്റിയും കൂടുതലുള്ള പ്രദേശങ്ങളിൽ കൺസ്യൂമർ ഗുഡ്സുകൾക്ക് നല്ല ഡിമാൻഡും ആയിരിക്കും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് സെഗ്മെൻറ്റേഷനാണ് ബിഹേവിയറൽ സെഗ്മെൻറ്റേഷൻ. ബിഹേവിയറൽ സെഗ്മെൻറ്റേഷൻ ഈസ് എ യൂസ്ഫുൾ വേ ടു സെഗ്മെൻറ്റ് ദ മാർക്കറ്റ് ഓൺ ദ ബേസ് ഓഫ് കൺസ്യൂമർ നോളജ്, യൂസേജ് ആൻഡ് ആറ്റിറ്റ്യൂഡ് ടുവാർഡ്സ് ദ പ്രോഡക്ട്സ്. ബിഹേവിയറൽ സെഗ്മെൻറ്റേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കസ്റ്റമേഴ്സിൻ്റെ നോളജസ്, അവരുടെ യൂസേജസ് അഥവാ പ്രോഡക്ട്സിനോടുള്ള യൂസേജസ് എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് മാർക്കറ്റ്സുകളെ ബിഹേവിയറൽ സെഗ്മെൻറ്റേഷനായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. ഒരു ഉപയോഗപ്രദമായിട്ടുള്ള മാർഗവും കൂടിയാണ് ബിഹേവിയറൽ സെഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്ന ആറ്റിറ്റ്യൂഡാണ്. കസ്റ്റമേഴ്സ് ക്യാൻ ബി സെഗ്മെൻറ്റഡ് ഓൺ ദ ബേസ് ഓഫ് ആറ്റിറ്റ്യൂഡ് സച്ച് ആസ് എ enthusiastic, positive, indifferent, negative, hostile, etc. Fashionable and latest products are used by enthusiastic consumers. Liquor, cigarette, etc. are used by negative consumers. ഇവിടെ ആറ്റിറ്റ്യൂഡ് എന്നോട് ഉദ്ദേശിക്കുന്നത് കസ്റ്റമേഴ്സിന് എന്താണ് രണ്ട് രീതിയിലുള്ള ആറ്റിറ്റ്യൂഡ്സ് ഉണ്ടായിരിക്കും. അഥവാ പോസിറ്റീവായുള്ള ആറ്റിറ്റ്യൂഡ്സ് ഉണ്ടായിരിക്കും, നെഗറ്റീവായുള്ള ആറ്റിറ്റ്യൂഡ്സ് ഉണ്ടായിരിക്കും. പോസിറ്റീവായുള്ള ആറ്റിറ്റ്യൂഡ്സ് അവർ കൂടുതലായിട്ടും എന്താണ് പർച്ചേസ് ചെയ്യുന്നത്, ഫാഷനബിൾ ആയിട്ടുള്ള ഐറ്റംസുകളും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രോഡക്ട്സുകളായിരിക്കും കൂടുതലായിട്ട് അവർ യൂസ് ചെയ്യുന്നത്. നേരെ മറിച്ച് നെഗറ്റീവായിട്ടുള്ള കൺസ്യൂമേഴ്സ് അഥവാ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള കൺസ്യൂമേഴ്സ് അവർ കൂടുതലായിട്ട് പർച്ചേസ് ചെയ്യുന്നത് ലിക്വർ ആൻഡ് സിഗരറ്റ് എന്നീ ഐറ്റംസുകളൊക്കെ. അപ്പോൾ ആറ്റിറ്റ്യൂഡ് ബേസ്ഡ് ആയിട്ട് നമുക്ക് എന്താണ് മാർക്കറ്റ്സുകളെ ഡിവൈഡ് ചെയ്യാൻ അല്ലെങ്കിൽ സെഗ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ് പ്രോഡക്റ്റ് സെഗ്മെൻറ്റേഷൻ.
Under the methods, the market segmentation is done on the basis of product characteristics that are capable of satisfying certain special needs of customers. പ്രോഡക്റ്റ് സെഗ്മെൻറ്റേഷൻ അനുസരിച്ച് കസ്റ്റമേഴ്സിൻ്റെ ചില പർട്ടിക്കുലർ ആയിട്ടുള്ള നീഡ്സുകൾ അത് അക്കോംപ്ലിഷ് ചെയ്യാൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ അത് അക്കോംപ്ലിഷ് ചെയ്യാൻ പ്രാപ്തിയുള്ള പ്രോഡക്ട്സുകളുടെ ക്യാരക്ടറിസ്റ്റിക്സുകൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻസ് നടത്തുന്നത്. ഈ പ്രോഡക്റ്റ് സെഗ്മെൻറ്റേഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന പ്രോഡക്റ്റ് സെഗ്മെൻറ്റേഷൻ അനുസരിച്ച് എന്താണ് കസ്റ്റമേഴ്സിൻ്റെ പ്രത്യേകമായിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് അത്തരം ആവശ്യങ്ങൾ നിറവേറ്റാൻ സാധിക്കുന്ന പ്രോഡക്ട്സുകളുടെ ക്യാരക്ടറിസ്റ്റിക്സുകൾ അല്ലെങ്കിൽ പ്രോഡക്ട്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ പ്രോഡക്ട്സിൻ്റെ സവിശേഷതകളുടെ അടിസ്ഥാനത്തിലാണ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻസ് ഇത്തരം കേസുകൾ നടത്തുന്നത്. ഈ പറയുന്ന പ്രോഡക്റ്റ് സെഗ്മെൻറ്റേഷൻസിൽ എന്താണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോഡക്ട്സുകൾ അവൈലബിൾ ആണ്. പ്രസ്റ്റീജ് ഗുഡ്സും അതുപോലെ ലക്ഷറിയസ് ഗുഡ്സ്, കൺവീനിയൻസ് പ്രോഡക്ട്സ്, അത്തരം ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോഡക്ട്സുകൾ എന്താണ് ഇവിടെ അവൈലബിൾ ആണെന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ഒക്കേഷൻ സെഗ്മെൻറ്റേഷൻ. കൺസ്യൂമേഴ്സ് മേ ബൈ എ പർട്ടിക്കുലർ പ്രോഡക്റ്റ് ഫോർ ഡിഫറെൻറ്റ് ഒക്കേഷൻസ് ആൻഡ് പർപ്പസ്. ഒക്കേഷൻ സെഗ്മെൻറ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള അവസരങ്ങൾക്കും അതുപോലെ തന്നെ ഉദ്ദേശങ്ങൾക്കുമായിട്ട് കസ്റ്റമേഴ്സ് ഒരു പ്രത്യേക പ്രോഡക്ട്സ് പർച്ചേസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് ഒക്കേഷൻ സെഗ്മെൻറ്റേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒക്കേഷൻ സെഗ്മെൻറ്റേഷൻ എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ മാരേജ് കേസുകളിൽ അല്ലേ, ഇപ്പോൾ ഒരു ഫ്രണ്ടിൻ്റെ മാരേജ് വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിൻ്റെ പാർട്ടി വരികയാണെങ്കിൽ അവിടെ നമ്മൾ പോവുകയാണെങ്കിൽ നമ്മൾ എന്താണ് ഒക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഡ്രസ്സുകൾ അഥവാ നമുക്ക് അന്ന് പോകാൻ വേണ്ടി നമ്മൾ എന്താണ് അത്തരം ഡ്രസ്സുകളാണ് പ്രിഫർ ചെയ്യുന്നത്. അഥവാ വെഡ്ഡിങ് ഡ്രസ്സ് പോലുള്ള ഡ്രസ്സുകളാണ് പാർട്ടീസും കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഒക്കേഷൻ സെഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഒക്കേഷൻ സെഗ്മെൻറ്റേഷനിൽ തന്നെ റെഗുലർ ആയിട്ടുള്ള റെഗുലർ ഒക്കേഷൻസ് ഉണ്ട്, സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഒക്കേഷൻസ് ഉണ്ട്. ഇപ്പോൾ രണ്ട് കേസ് വരുന്നുണ്ട്. റെഗുലർ എന്ന് പറയുന്നത് സ്ഥിരമായിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന പ്രോഡക്ട്സുകളുടെ സെഗ്മെൻറ്റേഷൻസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അത്തരം മാർക്കറ്റ്സുകൾ ഉണ്ടായിരിക്കും. അഥവാ ഈ വുമൺസ് യൂസ് ചെയ്യുന്ന ക്ലോത്ത്സ് അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ. നേരെ മറിച്ച് സ്പെഷ്യൽ ഒക്കേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ സ്പെഷ്യലി ആയിട്ട് പർച്ചേസ് ചെയ്യുന്ന ഈവൻ ഒരു വെഡ്ഡിങ്ങിനോ അല്ലെങ്കിൽ ഒരു പാർട്ടിക്കൊക്കെ പോകുമ്പോൾ പർച്ചേസ് ചെയ്യുന്ന അത്തരം ഡ്രസ്സുകളുള്ള സെഗ്മെൻറ്റേഷൻസും ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. നമ്മളിപ്പോൾ ഒരു ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ അവിടെ എന്താണ് വെഡ്ഡിങ് സെക്ഷൻസ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ സദാ സെക്ഷൻസും ഉണ്ടായിരിക്കില്ല. അതാണ് മെയിനായിട്ട് ഒക്കേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, ബെനഫിറ്റ് സെഗ്മെൻറ്റേഷൻ. എ മാർക്കറ്റിംഗ് ഫേം സെഗ്മെൻറ്റ് ദ മാർക്കറ്റ് on the basis of the specific benefits that consumers seek from its products. ഇവിടെ ബെനഫിറ്റ് സെഗ്മെൻറ്റേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു മാർക്കറ്റിംഗ് സ്ഥാപനം അതിൻ്റെ പ്രോഡക്ട്സുകളിൽ നിന്ന് കസ്റ്റമേഴ്സ് സ്പെസിഫൈ ചെയ്യുന്ന അഥവാ കസ്റ്റമേഴ്സ് സെർച്ച് ചെയ്യുന്ന സ്പെസിഫിക് ആയിട്ടുള്ള ബെനഫിറ്റ്സുകൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള ആനുകൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്താണ് മാർക്കറ്റിങ്ങിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിംഗ് സ്ഥാപനങ്ങൾ അഥവാ മാർക്കറ്റിംഗ് ഫേംസിൽ അതിൻ്റെ പ്രോഡക്ട്സുകളിൽ നിന്ന് കസ്റ്റമേഴ്സുകൾ എന്താണ് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ സീക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ തേടുന്നുണ്ട്. ആ തേടുന്നത് എന്താണ് സ്പെസിഫിക് ആയിട്ടുള്ള ആനുകൂല്യങ്ങൾ അഥവാ സ്പെസിഫിക് ആയിട്ടുള്ള ബെനിഫിറ്റ്സുകളുടെ അടിസ്ഥാനത്തിൽ എന്താണ് മാർക്കറ്റിങ്ങിനെ ഡിവൈഡ് ചെയ്യാം എന്നാണ് പറയുന്നത്. ഓരോ പ്രോഡക്ട്സുകളിലും എന്താണ് സ്പെസിഫിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ടായിരിക്കും, അതിനെന്താണ് സ്പെസിഫിക് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് സെഗ്മെൻറ്റേഷൻ നടത്താം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് യൂസർ സ്റ്റാറ്റസ്. യൂസർ സ്റ്റാറ്റസ് ഈസ് എ മാർക്കറ്റ് സെഗ്മെൻറ്റിംഗ് സ്ട്രാറ്റജി വിച്ച് divides the market on the basis of the products using status of consumers. യൂസർ സ്റ്റാറ്റസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കസ്റ്റമേഴ്സിൻ്റെ അഥവാ കൺസ്യൂമേഴ്സിൻ്റെ സ്റ്റാറ്റസ് അനുസരിച്ച് നമുക്ക് പ്രോഡക്ട്സുകൾ ഡിവൈഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. കസ്റ്റമേഴ്സിൻ്റെ സ്റ്റാറ്റസ് അനുസരിച്ചുള്ള പ്രോഡക്ട്സുകൾ നമുക്ക് ഡിവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ മാർക്കറ്റ്സുകൾ അത്രയും സെഗ്മെൻറ്റുകളായിട്ട് നമുക്ക് വിഭജിക്കാൻ സാധിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഇതാണ് നമ്മൾ യൂസർ സ്റ്റാറ്റസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് യൂസേജ് റൈറ്റ്. ഇറ്റ് ഈസ് സെഗ്മെൻറ്റേഷൻ ഓഫ് എ മാർക്കറ്റ് ഓൺ ദ ബേസിസ് ഓഫ് ദ ക്വാണ്ടിറ്റി ഓഫ് യൂസേജ് of the products. It usually segment a market as light, medium and heavy user group. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ യൂസേജ് റൈറ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത് പ്രോഡക്ട്സിൻ്റെ ഉപയോഗത്തിൻ്റെ ക്വാണ്ടിറ്റി അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് ഒരു മാർക്കറ്റിൻ്റെ സെഗ്മെൻറ്റേഷൻ നമുക്ക് സാധ്യമായിരിക്കും എന്നാണ് പറയുന്നത്. ഇത് സാധാരണയായിട്ട് ഒരു മാർക്കറ്റിൽ ലൈറ്റായിട്ടും അതുപോലെ മീഡിയം, ഹെവി
എന്നിങ്ങനെയുള്ള യൂസർ ഗ്രൂപ്പുകളായിട്ട് നമുക്ക് വിഭജിക്കാനും സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ് ലോയൽറ്റി സെഗ്മെൻറ്റേഷൻസ്. സംടൈംസ് ബ്രാൻഡ് ലോയൽറ്റി ഈസ് യൂസർ ആസ് ദ ബേസിസ് ഫോർ ദ സെഗ്മെൻറ്റേഷൻ. കൺസ്യൂമേഴ്സ് ഹാവ് ദ ഡിഗ്രി ഓഫ് ലോയൽറ്റി ടു സ്പെസിഫിക് ബ്രാൻഡ്സ്. ലോയൽറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു വിശ്വാസപൂർവ്വം, അതായത് ഒരു വിശ്വാസ്യത എന്താണ് അവിടെ നിലനിൽക്കുന്നുണ്ട്. കാരണം ബ്രാൻഡ് ടൈപ്സ് ഓഫ് പ്രോഡക്ട്സുകളൊക്കെ അത്തരം ടൈപ്സ് ഓഫ് സെഗ്മെൻറ്റ്സുകൾ നമ്മൾ ഡിവൈഡ് ചെയ്യുക, അഥവാ ബ്രാൻഡ് ടൈപ്പ് ഓഫ് ഐറ്റംസുകൾ നമ്മൾ മാർക്കറ്റ്സുകളിൽ പ്രൊവൈഡ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അത്തരം സെഗ്മെൻറ്റുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ കസ്റ്റമേഴ്സിന് അതിലെന്താണ് കൂടുതലായിട്ടുള്ള ലോയൽറ്റി അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം അത് അത്രയും ക്വാളിറ്റേറ്റീവ് ആയുള്ള ഒരു പ്രോഡക്റ്റ് ആണ്, അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് ബേസ്ഡ് പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ അവർക്ക് എന്താണ് കുറേ വിശ്വാസം അതിലേക്ക് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അധികം ആളുകൾ റെഗുലർ കസ്റ്റമേഴ്സ് ആവുന്നുണ്ട്. ഇപ്പോൾ ക്ലോത്തിൻ്റെ കേസിലാണെങ്കിൽ, അല്ലെങ്കിൽ ഷർട്ടിൻ്റെ കേസിലാണെങ്കിൽ, ഇപ്പോൾ ഒരു വ്യക്തി ലൂയിസ് ഫിലിപ്പ് എന്നുള്ള ഒരു ഷർട്ടിൻ്റെ ബ്രാൻഡാണ് അയാൾ യൂസ് ചെയ്യുന്നത്. അയാൾ ചിലപ്പോൾ എന്താണ് കണ്ടിന്യൂസ് ആയിട്ട് അയാൾ ആ ഒരു പ്രോഡക്റ്റ് തന്നെ ആയിരിക്കും വാങ്ങുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ആ ഒരു പ്രോഡക്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് അയാൾ മേടിക്കുന്നത്? ആ ഒരു കമ്പനി അല്ലെങ്കിൽ ആ ഒരു ബ്രാൻഡിനോടുള്ള ഒരു വിശ്വാസത്തിൻ്റെ സൂചനയാണ് അത് കാണിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ മെയിനായിട്ട് ലോയൽറ്റി സെഗ്മെൻറ്റേഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഈ ബ്രാൻഡ് ലോയൽറ്റി സെഗ്മെൻറ്റേഷൻസിൻ്റെ അടിസ്ഥാനമാക്കിയിട്ടാണ് ലോയൽറ്റി സെഗ്മെൻറ്റേഷൻ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ സ്പെസിഫിക് ആയിട്ടുള്ള ബ്രാൻഡുകളോടുള്ള കസ്റ്റമേഴ്സിൻ്റെ ആ ഒരു ലോയൽറ്റി, അല്ലെങ്കിൽ ആ ഒരു വിശ്വാസ്യതയാണ് മെയിനായിട്ട് ഈ ലോയൽറ്റി സെഗ്മെൻറ്റേഷൻസിൽ കാണിക്കുന്നത്. നെക്സ്റ്റ് കാറ്റഗറിയാണ്, ലാസ്റ്റ് ആൻഡ് ഫൈനൽ കാറ്റഗറിയാണ് സൈക്കോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻസ്. Psychological characteristics refers to the inner qualities of the individual consumers. It includes the personality, lifestyle and social classes. സൈക്കോളജിക്കൽ സെഗ്മെൻറ്റേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സൈക്കോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സുകളുടെ അടിസ്ഥാനത്തിൽ, അഥവാ സൈക്കോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സുകളിൽ മെയിനായിട്ട് സൂചിപ്പിക്കുന്നത് ഇൻഡിവിജ്വൽ കസ്റ്റമേഴ്സിൻ്റെ ഇന്നർ ക്വാളിറ്റീസിനെയാണ്, അഥവാ ഇൻഡിവിജ്വൽ കസ്റ്റമേഴ്സിൻ്റെ ഇൻറ്റേർണൽ ആയിട്ടുള്ള ക്വാളിറ്റീസിനെയാണ് മെയിനായിട്ട് സൂചിപ്പിക്കുന്നത്. ഇറ്റ് ഇൻക്ലൂഡ് ദ പേഴ്സണാലിറ്റി, ലൈഫ് സ്റ്റൈൽ ആൻഡ് സോഷ്യൽ ക്ലാസ്സസ്. 3 ഫാക്ടേഴ്സുകളാണ് അതിൽ, അല്ലെങ്കിൽ 3 ഘടകങ്ങളാണ് അതിൽ മെയിനായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഒന്നാമത്തെ പേഴ്സണാലിറ്റി, 2 എന്താണ് ലൈഫ് സ്റ്റൈൽ, 3 സോഷ്യൽ ക്ലാസ്. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ലൈഫ് സ്റ്റൈൽ? എ മാർക്കറ്റ് മേ ബി ആസ് സെഗ്മെൻറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് ലൈഫ് സ്റ്റൈൽ ഓഫ് കൺസ്യൂമേഴ്സ്. ലൈഫ് സ്റ്റൈൽ സിംപ്ലി റെഫേഴ്സ് ടു വേ ഓഫ് ലിവിങ്. ഇറ്റ് ഈസ് ദ പാറ്റേൺ ഇൻ വിച്ച് പീപ്പിൾ ലൈവ് ആൻഡ് സ്പെൻഡ് their time and money. ഇവിടെ ലൈഫ് സ്റ്റൈൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ലൈഫ് സ്റ്റൈലിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മാർക്കറ്റിനെ നമുക്ക് സെഗ്മെൻറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ലൈഫ് സ്റ്റൈൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ലൈഫ് സ്റ്റൈൽ എന്താണ് സൂചിപ്പിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആളുകൾക്ക് ജീവിക്കുകയും അവരുടെ ടൈമും അതുപോലെ തന്നെ എമൗണ്ടും അത് ചിലവഴിക്കുകയും ചെയ്യുന്ന ഒരു മെത്തേഡാണ് ലൈഫ് സ്റ്റൈൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവരുടെ എമൗണ്ട്, അവരുടെ കയ്യിലുള്ള എമൗണ്ട് എത്രയാണ്, അല്ലെങ്കിൽ അവരുടെ ടൈം എത്രത്തോളം അവർക്കുണ്ടോ അത് കൂടുതലായിട്ടും പ്രാധാന്യം ചെലുത്തുന്നുണ്ട്. ഏതൊരു മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ, ഏതൊരു മാർക്കറ്റിങ്ങിലാണെങ്കിലും അവരുടെ എമൗണ്ടിനെയും ടൈമിനെയും അവിടെ കൂടുതലായിട്ട് പ്രാധാന്യം ചെലുത്തുന്നുണ്ട്. ഇപ്പോൾ ഒരു ലൈഫ് സ്റ്റൈലിൻ്റെ കേസുകൾ പറയുകയാണെങ്കിൽ കൺസ്യൂമേഴ്സിൻ്റെ ചില ആളുകളുടെ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് അവർക്ക് കയ്യിൽ കിട്ടിയ ഏതൊരു എമൗണ്ടും ആണെങ്കിലും അവരെന്താണ് ഡിഫറെൻറ്റ് പ്രോഡക്ട്സുകൾ മേടിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അതും എന്താണ് നമുക്ക് അത്തരത്തിലുള്ള ഒരു സെഗ്മെൻറ്റുകളായിട്ട് നമുക്ക് ഈ ലൈഫ് സ്റ്റൈലിനോട് കണക്കാക്കാൻ സാധിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പേഴ്സണാലിറ്റി. The markets may be segmented on the basis of personality of consumers. Personality reflects a person's traits, attitudes and habits. ഇവിടെ കസ്റ്റമേഴ്സിൻ്റെ പേഴ്സണാലിറ്റീൻ്റെ അടിസ്ഥാനത്തിൽ മാർക്കറ്റ്സുകളെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് അവിടെ മെയിനായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നത് ഒരു പേഴ്സൺസിൻ്റെ, അഥവാ ഒരു വ്യക്തികളുടെ സ്വഭാവ സവിശേഷതകളും അവരുടെ ആറ്റിറ്റ്യൂഡ്സും ബൈയിങ് ഹാബിറ്റ്സുകളും ഇതൊക്കെയാണ് മെയിനായിട്ട് പേഴ്സണാലിറ്റിയിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത്തരം കേസുകളിൽ എന്താണ് നമുക്ക് മാർക്കറ്റ്സുകളെ ഡിവൈഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ് സോഷ്യൽ ക്ലാസ്. ഓൺ ദ ബേസ് ഓഫ് സോഷ്യൽ ക്ലാസ് കസ്റ്റമേഴ്സ് മേ ബി ഗ്രൂപ്പ്ഡ് ഇൻ ടു ലോവർ ക്ലാസ് ആൻഡ് മിഡിൽ ക്ലാസ് ആൻഡ് അപ്പർ ക്ലാസ്. സോഷ്യൽ ക്ലാസ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ ദ ഇൻകം, ഒക്യുപ്പേഷൻ ആൻഡ് എഡ്യൂക്കേഷൻസ്. സോഷ്യൽ ക്ലാസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്തരം ഫാക്ടേഴ്സുകളുടെ അടിസ്ഥാനത്തിൽ കസ്റ്റമേഴ്സ് നമുക്ക് എന്താണ് 3 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. ലോവർ ക്ലാസ് എന്നും മിഡിൽ ക്ലാസ് എന്നും അപ്പർ ക്ലാസ് എന്നും എന്നിങ്ങനെ 3 കാറ്റഗറി ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. ഈ സോഷ്യൽ ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ ഡിറ്റർമൈൻ ചെയ്യുന്നത്, അഥവാ സോഷ്യൽ ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഫാക്ടേഴ്സുകൾ എന്ന് പറയുന്നത് ഈ പറയുന്ന ഇൻകം, ഒക്യുപ്പേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ, ഇത്തരത്തിലുള്ള ഫാക്ടേഴ്സുകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സോഷ്യൽ ക്ലാസ്സുകളെ
ലോവർ ക്ലാസ്, മിഡിൽ ക്ലാസ്, അതുപോലെ തന്നെ അപ്പർ ക്ലാസ് എന്നിങ്ങനെയായിട്ട് ഡിവൈഡ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരം സെഗ്മെൻറ്റേഷൻസുകളാണ് അല്ലെങ്കിൽ ഇത്തരം മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻസുകളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻസിനെ നമ്മൾ അല്ലെങ്കിൽ മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ്റെ മെത്തേഡ്സുകളെ നമ്മൾ എന്താണ് 4 കാറ്റഗറി ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന് എന്താണ് ഡെമോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ, 2 ജോഗ്രഫിക്കൽ സെഗ്മെൻറ്റേഷൻ, 3 ബിഹേവിയറൽ സെഗ്മെൻറ്റേഷൻ ആൻഡ് ഫൈനലി സൈക്കോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻസ്. അപ്പോൾ ഈ ഒരു പോർഷൻ മസ്റ്റായിട്ട് നിങ്ങൾ നോക്കണം. കഴിഞ്ഞ പ്രാവശ്യം 2020 ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എടുത്തു നോക്കിയാൽ നിങ്ങൾക്കറിയാം. അതിൽ എക്സ്പ്ലെയിൻ ദ ബേസ് ഓഫ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ദ ബേസ് ഓഫ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ്റെ വേരിയബിൾസ് അങ്ങനെ ചോദിക്കാട്ടെ. വേരിയബിൾസ് ഓഫ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ ചോദിച്ചാലും മെത്തേഡ്സ് ഓഫ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ ചോദിച്ചാലും ബേസ് ഓഫ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ ചോദിച്ചാലും സെയിം ആണ്. അപ്പോൾ അതുതന്നെയാണ് എഴുതി വെക്കേണ്ടത് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ദെൻ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.